ആഴമേറിയ ആത്മീക സത്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. നാം അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് കൃപ നൽകി. റോമാലേഖനത്തിന്റെ പ്രാരംഭ അധ്യായങ്ങൾ 1-2 അധ്യായങ്ങളൊക്കെ ജാതീയ മണ്ഡലത്തിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയെപ്പറ്റി പറയുന്നു. 3-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടാനിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയെപ്പറ്റി പറയുന്നു. 4-ാം അധ്യായത്തിൽ നമ്മൾ ധ്യാനിച്ചത് ദൈവത്തിന്റെ നീതീകരണത്തിന്റെ 2 പഴയ നിയമ സാക്ഷികളെ കൊണ്ടുവന്ന് നിർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. അനവധി ഡീപ്പ് റെവലേഷൻസ് കർത്താവ് നമുക്ക് നൽകി തന്നു. അതെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. അതൊന്നും പാഴായി പോകരുത്. നമ്മുടെ ഹൃദയത്തിൽ അതെല്ലാം കരുതി വെക്കണം. വചനത്തെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ കീപ് ദ വേർഡ് ഓഫ് ഗോഡ് അറ്റ് ദ സെന്റർ ഓഫ് യുവർ ഹാർട്ട്, ഹൃദയത്തിന്റെ മധ്യഭാഗത്ത് തന്നെ കരുതി വെക്കുക. 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. മുഴുവൻ പഠിച്ചെന്നോ മുഴുവൻ മനസ്സിലാക്കിയെന്നോ മുഴുവനും പറഞ്ഞു തരാൻ പറ്റിയെന്നോ ഒന്നും അവകാശപ്പെടാൻ പറ്റത്തില്ല. എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവത്തിന്റെ കൃപയിലേക്ക് ഒരിക്കൽ കൂടെ ഞാൻ ശരണപ്പെടുകയാണ്. കാതുകളെ ദൈവവചനത്തിനു വേണ്ടി കൂർപ്പിക്കാം. വളരെ ആഗ്രഹത്തോടെ ദൈവത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് രാത്രി പറയണം, കർത്താവേ, ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലയം കൊണ്ട് നീ മൂടണം. ഞങ്ങൾ ഇരിക്കുന്ന ഈ മുറിക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം പകരപ്പെടണം. ഈ 1 മണിക്കൂർ ഏകദേശം 45 മിനിറ്റ്സ് ഉള്ള ഈ പഠനം എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസത്തിന് കാരണമായി തീരണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാട്ടെ. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുവിൽ ഞാനിത് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നീതീകരിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്ന 10 അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഈ അധ്യായം പറയുന്നത്. ഇതിന്റെ 1 മുതൽ 11 വരെയുള്ള ഒരു പാരഗ്രാഫിനകത്ത് നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള 10 അനുഗ്രഹങ്ങളെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാമത്തെ അനുഗ്രഹം ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പദമാണ്. 1-ാമത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലും ആ വാക്ക് നമുക്ക് കാണാൻ പറ്റും. നീതീകരിക്കപ്പെട്ടു, ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. 1-ാമത്തെ വാക്യത്തിലും 9-ാമത്തെ വാക്യത്തിലും നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. നീതീകരിക്കപ്പെട്ടു നമ്മൾ. 2-ാമത്തത് പീസ് വിത്ത് ഗാഡ്, 2-ാമത്തെ കാര്യമാണ്. 1-ാമത്തെ വാക്യത്തിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോടുള്ള സമാധാനമാണ് 2-ാമത്തെ അനുഗ്രഹം. 3-ാമത്തെ അനുഗ്രഹം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആക്സസ് ബൈ ഫെയ്ത്ത് ഇൻ ടു ഗ്രേസ്. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ കൃപയിലേക്കൊരു പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് 3-ാമത്തെ അനുഗ്രഹം. 4-ാമത്തെ അനുഗ്രഹം എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ പതുക്കെ പറയാം. വി ആർ സ്റ്റാൻഡിങ് ഇൻ ഗ്രേസ്. നാം നിൽക്കുന്ന കൃപ. വാക്യം 2. 5-ാമത്തെ അനുഗ്രഹം ദൈവത്തിലുള്ള പ്രശംസ. 3-ാമത്തെ വാക്യത്തിലും 2-3 വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലും അത് നമുക്ക് കാണാൻ പറ്റും. ജോയ് ഇൻ ഗാഡ് എന്ന ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു. പ്രശംസിക്കുവാൻ. നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. നമുക്കൊരു പ്രശംസ കിട്ടി. എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശുമെന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ ദൈവത്തിൽ പ്രശംസിക്കുവാൻ നമുക്കൊരു പ്രശംസയുണ്ട്. നാം ദൈവത്തിന്റെ മക്കളാണ്. അതാണ് 5-ാമത്തെ അനുഗ്രഹം. 6-ാമത്തത് ഗ്രേസ് ഇൻ ട്രിബുലേഷൻസ്. കഷ്ടതയിൽ കൃപ.
വാക്യം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കഷ്ടതയ്ക്കകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപ. അതാണ് 6ാമത്തെ അനുഗ്രഹം. 7ാമത്തെ അനുഗ്രഹം, ഐ ലവ് ദാറ്റ് വേർഡ്. ആമേൻ. റോമർ 5:5, ലവ് ഓഫ് ഗോഡ് ഇൻ ദ ഹാർട്ട്. ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിലേക്ക് പകരപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ സ്നേഹം പകരപ്പെട്ടു. യെസ്, അതാണ് 7ാമത്തെ അനുഗ്രഹം. 8ാമത്തെ അനുഗ്രഹം, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. 8ാമത്തെ അനുഗ്രഹം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദ ഹോളി ഗോസ്റ്റ്. 9ാമത്തെ അനുഗ്രഹം 9ഉം 10ഉം വാക്യത്തിലുണ്ട്, കോപത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ടു. സാൽവേഷൻ ഫ്രം വ്രാത്ത്. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ടു. 10ാമത്തെ അനുഗ്രഹം, റിക്കൺസിലിയേഷൻ ബൈ ദ ബ്ലഡ്. രക്തത്താലുള്ള ഒരു നിരപ്പ് ലഭിച്ചു. 11ാമത്തെ വാക്യം, റിക്കൺസിലിയേഷൻ ബൈ ബ്ലഡ്. യേശു കർത്താവിന്റെ രക്തത്താൽ, ആ കാൽവറി ക്രൂശിലെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ പറ്റി. ഹല്ലേലൂയ. 10 കൂട്ടം കാര്യങ്ങളാണ് നീതീകരിക്കപ്പെട്ടവർക്ക് കിട്ടുന്ന 10 അനുഗ്രഹങ്ങൾ ഞാൻ ക്രിസ്തുവിൽ നിങ്ങളോട് അറിയിച്ചത്. 1ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ അസമാധാനമുള്ള വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കാംക്ഷിക്കുന്ന ആളാണോ? നിങ്ങൾ സമാധാനം അന്വേഷിച്ച് നടക്കുകയാണോ? ഈ അധ്യായം, റോമാലേഖനം 5ാം അധ്യായം നിങ്ങൾക്കുള്ളതാണ്. ഈ അധ്യായത്തിന്റെ 1ാം വാക്യത്തിൽ തന്നെ പൗലോസ് ലീഗ പരിശുദ്ധാത്മാവിൽ സമാധാനത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പൗലോസ് ലീഗയോട് ചോദിക്കാം, അങ്ങ് എവിടുന്നാണ് ഈ സമാധാനം കണ്ടെത്തിയത്? സ്തോത്രം. ഈ വാക്ക് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ മലയാളം ബൈബിളിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ therefore എന്നൊരു വാക്കുണ്ട്. therefore justified, അങ്ങനെയാ. therefore എന്ന വാക്കാ തുടങ്ങിയേക്കുന്നത്. പക്ഷെ മലയാളം ബൈബിളിൽ കാണുന്നില്ല ഈ therefore, അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഈ 5ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വാക്യവും 4ാമത്തെ അധ്യായം 25ാമത്തെ വാക്യവുമായി ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു എഴുത്താണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് ഗ്രഹിക്കുവാൻ വേണ്ടി ഇതിനെ ഓരോ അധ്യായങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുക. ഓഫ് കോഴ്സ് ഓരോ തീമുകൾ ഓരോ അധ്യായത്തിലും ഓരോ പാരഗ്രാഫിലും വരുന്നുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ 4ാമത്തെ അധ്യായം അവസാനത്തെ വാക്യവും 5ാമത്തെ അധ്യായം 1ാമത്തെ വാക്യവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഇതിങ്ങനെയാ പറയുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടാനുള്ളതാകയാൽ തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ഈ വേദഭാഗത്തെ ഡോക്ട്രിൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. വിശ്വാസത്താലുള്ള നീതീകരണം കൃപയാൽ സംഭവിച്ചത്. അല്ലെങ്കിൽ ഈ ഭാഗത്തെ നമുക്ക് ഇങ്ങനെ പറയാം, ദ ഫ്രൂട്ട്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തിന്റെ ഫലങ്ങൾ. സ്തോത്രം. അടുത്ത ഒരു പോർഷനിലേക്ക് പൗലോസ് ലീഗ നമ്മളെ കൊണ്ടുപോകുന്നത് സാങ്ക്ടിഫിക്കേഷൻ ആണ്, വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം എന്ന ഒരു വലിയ മർമ്മത്തിലേക്ക്, വലിയൊരു വെളിപ്പാടിലേക്ക് പൗലോസ് ലീഗ നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പേ
അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പീസ്, സമാധാനം. നമുക്കറിയാം, പീസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ് എന്ത്? സമാധാനം. പരിശുദ്ധാത്മാവിന് മറ്റു ഫലങ്ങളുണ്ട്. പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റു ഫലങ്ങളുണ്ട്. നമുക്ക് ദൈവിക സന്തോഷവും സമാധാനവും എല്ലാം ദൈവം നമുക്ക് തന്ന നീതീകരണത്തിന്റെ ഫലങ്ങളാണ്. ദൈവത്താൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ചിന്ത പോലും ഒരു അനുഗ്രഹമാണ്. എന്നെ കരുതുവാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ കാണുവാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ഒന്നും തരാൻ ആരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തകളുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ദൈവത്തിന്റെ മകനാണ്. I'm accepted by God. I'm cleansed by His blood. I am His beloved. ഞാൻ എൻ്റെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് എന്നുള്ള ചിന്ത പോലും, ആമേൻ, സ്തോത്രം, അത് നമ്മളിലേക്ക് സമാധാനം കൊണ്ടുവരികയാണ്. പക്ഷെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ആണ് എനിക്ക് പറയാനുള്ളത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പീസ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള സമാധാനം, ദൈവത്തോട് സമാധാനം. രണ്ടാമത്തത് പീസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സമാധാനം. ഇത് രണ്ടും രണ്ടാകട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന, അല്ലാതെ ദൈവത്തിന്റെ സമാധാനം ഉണ്ടെന്നല്ല. പീസ് വിത്ത് ഗാഡ്. ശ്രദ്ധിക്കണമേ, ഇത് രണ്ടും ഞാൻ പറഞ്ഞതുപോലെ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ക്രിസ്ത്യാനികളായ നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ സമാധാനത്തെ നല്ലതായിട്ട് അറിയാം. കാരണം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ദൈവത്തിന്റെ സമാധാനം, ഇവിടെ പറഞ്ഞിരിക്കുന്ന സമാധാനം പീസ് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ സമാധാനമാണ്. അതെന്തുവാ? അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. ആ സമാധാനം നമുക്ക് എപ്പോൾ ആവശ്യമെന്നറിയാമോ? ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു, എങ്ങനെ വീട്ടിലുള്ളവരെ പുലർത്തും അറിയത്തില്ല, കുടുംബത്തെ പോറ്റാൻ വേറെ വക കാണുന്നില്ല, ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ വീട്ടുകാരോ ആരെങ്കിലും പെട്ടെന്ന് രോഗികളാകുന്നു, രോഗക്കിടക്കയിലാകുന്നു, അവരുടെ അടുത്ത് നമുക്ക് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്, അവരുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമുക്ക് ദൈവിക സമാധാനം ആവശ്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞെന്ന് കേൾക്കുന്നു, അത് ആ സമയത്ത് വ്യക്തിപരമായി നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു ദൈവിക സമാധാനം നമുക്ക് ആവശ്യമുണ്ട്. ദൈവത്തിന്റെ ഒരു സ്പർശനം നമുക്ക് ആവശ്യമുണ്ട്. ഞാന് ജിം ഏലിയട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 5 യൗവനക്കാർ ഇക്കഡോർ എന്ന സ്ഥലത്തേക്ക് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പോയി. അവിടുത്തെ റെഡ് ഇന്ത്യൻസ് വെട്ടി നുറുക്കി ആ പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞ ഒരു കർത്താവിന്റെ ദാസൻ 5 പേരിൽ ഒരാള് ജിം ഏലിയട്ടിന്റെ ഭാര്യയുടെ വാക്കുകള് എന്റെ സ്മൃതിപഥത്തിലേക്ക് വരികയാണ്. ജിം ഏലിയട്ടിന്റെ ഭാര്യ ജിം ഏലിയട്ട് മരിച്ചു എന്ന് കേട്ടപ്പോൾ എലിസബത്ത് ഏലിയട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ 46-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യമാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ ജലം എരച്ച് കലങ്ങിയാലും മല കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. ദൈവമക്കളെ, പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതികൂലത്തിന്റെ നടുവിൽ ഭയങ്കരമായിട്ട് കടല് നമ്മുടെ നേരെ എരച്ചു കയറുന്ന പോലെ നമുക്ക് തോന്നും. ചിലപ്പോൾ എന്റെ ഭാഷ പറഞ്ഞ നമ്മളെ മിക്സിക്കകത്തിട്ട് ഗ്രൈൻഡറിലിട്ട് ആട്ടുന്നത് പോലെ നമുക്ക് തോന്നും. നിൽക്കുന്ന സ്ഥലത്ത് തലകറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം വ്യക്തിപരമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം പകരും. ആ സമാധാനത്തെ പറ്റി പറയുകയാണ്, സകല ബുദ്ധിയെയും
കവിയുന്ന ദൈവിക സമാധാനം. ദൈവത്തിനൊരു ഭയങ്കര പദ്ധതിയുണ്ട്. കാരണം നമ്മളൊരു വലിയ പ്രശ്നത്തിലൂടെ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് ബലപ്പെടുത്തും. ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു സമാധാനം നമ്മുടെ മേൽ പകരപ്പെടും. കണ്ടിട്ടില്ലേ, ചിലരൊക്കെ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഡെഡ് ബോഡിയുടെ മുമ്പിലൊക്കെ വളരെ പ്രത്യാശയുടെ വാക്കുകൾ പറയാൻ പറ്റുന്നത് ലോക മനുഷ്യർ അലമുറയിട്ട് കരയുമ്പോൾ, മുടി പിച്ചു ചിന്തുമ്പോൾ, ആത്മഹത്യ ചെയ്യുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ മക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചവരെ തിരികെ കാണാമെന്നുള്ള വിശ്വാസമുണ്ട്. അതാണ് ദൈവിക സമാധാനം. അത് ലോകത്തിലെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ അവിടെ പോയിന്നിട്ട് ഗാർഡനിലെ നല്ല പൂ പിച്ചിക്കൊണ്ടുപോയ പൂന്തോട്ടക്കാരന്റെ കഥ പറഞ്ഞത് കൊണ്ടാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ ചിന്തിക്കും. നോ, നെവർ. മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും ഒരുത്തരെയും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം, ആമേൻ, നമ്മുടെ ഹൃദയങ്ങളെ, നിലവുകളെ കാക്കും. സർപാസസ്, ആമേൻ, every understanding, the peace that surpasses every understanding. എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായി സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. പിന്നെ ചിന്തിക്കും, കർത്താവേ, ഞാൻ ആ പ്രതികൂലത്തിലൂടെ പോയിട്ട് ഞാൻ തകർന്നു പോകാതിരുന്നത് അവിടുത്തെ കൃപയാണല്ലോ. ദൈവം പ്രത്യേകമായ ഒരു ബലത്താൽ ദൈവം നമ്മളെ ആ സമയത്ത് അങ്ങ് നിറയ്ക്കും. അതാണ് ദൈവത്തിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത. പക്ഷേ ഈ റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആ സമാധാനത്തെ കുറിച്ചല്ല. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് രണ്ടും രണ്ടാണെന്ന് പറഞ്ഞപ്പോ രണ്ടിനെ എക്സ്പ്ലെയിൻ ചെയ്താലല്ലോ ഒക്കത്തുള്ളൂ. ഇത് ദൈവത്തിന്റെ സമാധാനമല്ല, ദൈവത്തോടുള്ള സമാധാനമാണ്. എന്തുവായി ദൈവത്തോടുള്ള സമാധാനം? പൗലോസ് ലീഗ ഇവിടെ ഉദ്ദേശിക്കുന്ന ദൈവത്തോടുള്ള സമാധാനം വേറെ ഒന്നുമല്ല. ഒരു മിലിറ്ററി ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുക. ഇതേപോലെ തന്നെ ദൈവവും നാമുമായിട്ട് ശത്രുതയിലായിരുന്നു. കർത്താവിന്റെ വചനത്തിൽ നിന്ന് ആഴമായിട്ട് പറഞ്ഞാൽ, വി വേർ ദ എനിമീസ് ഓഫ് ക്രോസ്. നമ്മൾ ക്രൂശിന്റെ ശത്രുക്കളായിരുന്നു, നമ്മൾ അന്യരായിരുന്നു, നമ്മൾ പരദേശികളായിരുന്നു, നമ്മൾ പാപികളായിരുന്നപ്പോൾ സത്യത്തിൽ നമ്മൾ ദൈവത്തോട് യുദ്ധം ചെയ്യുകയായിരുന്നു. അൺഗോഡ്ലി ബിഹേവിയേഴ്സ്, വി വെർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഗോഡ്. ദൈവത്തിനെതിരെ നാം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അതാണ് കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം കർത്താവിന്റെ അഭിഷക്തൻ വിളിച്ചു പറഞ്ഞത്. സ്തോത്രം, നാം ദൈവത്തിന്റെ കോപത്തിന്റെ അടിയിലായിരുന്നു. ആമേൻ. ആ യുദ്ധം എന്നുള്ള പദത്തിന് wrath of God എന്ന് റീപ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. we were doing war. ദൈവവും നമ്മളും ഓപ്പോസിറ്റ് സൈഡിൽ ദൈവം നിൽക്കുകയാ, ഓപ്പോസിറ്റ് സൈഡിൽ ആമേൻ പാപിയായ മനുഷ്യൻ നിൽക്കുകയാണ്. അതാണ് റോമാലേഖനം 1:18 അദ്ദേഹം തുടങ്ങുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞൊരു ദൂതുണ്ട്. റോമർ 1:18, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യൻ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. wrath of God, ദൈവത്തിന്റെ കോപം ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. ദൈവവുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുകയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ കർത്താവായ യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പകരമായി പരമയാഗമായപ്പോൾ നമ്മുടെ സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു മരിച്ചുവെന്ന് ആ കാൽവറി മരണത്തെ നാം വിശ്വസിക്കുമ്പോൾ ആ പിതാവിന്റെ കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കപ്പെടുന്നു. സ്തോത്രം. എനിക്കായി കർത്താവായ യേശുക്രിസ്തു മരിച്ചുവെന്ന് പറഞ്ഞ് ആ കാൽവറി രക്തത്താൽ കഴുകപ്പെടുമ്പോൾ, ആ നീതീകരണം നമ്മിലേക്ക് പകരപ്പെടുമ്പോൾ നാം ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. ഇതു പറഞ്ഞുകൊണ്ടാണ് 4-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം കർത്താവിന്റെ അഭിഷക്തനായ പൗലോസ് ലീഗ അവസാനിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പ്രൈസ് യു മാസ്റ്റർ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഈ നീതീകരണം നമ്മെ നയിച്ചത് നിശ്ചയമായും
ദൈവത്തോടുള്ള സമാധാനമാണ്. നാം നീതീകരിക്കപ്പെട്ടതിനാൽ ദൈവത്തോടുള്ള നമ്മുടെ യുദ്ധം അവസാനിച്ചു. മാത്രമല്ല, അവിടെ സമാധാനം സ്ഥാപിക്കപ്പെട്ടു. മിലിറ്ററി ഭാഷയെ പറഞ്ഞാൽ യുദ്ധം അവസാനിച്ച് അവിടെ ഒരു വെള്ള കൊടി നാട്ടി. സമാധാനത്തിന്റെ അടയാളമായ ഒരു വെള്ളക്കൊടി. അതാണ് ദൈവത്തോടുള്ള സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോടുള്ള നമ്മുടെ സമാധാനം എവിടുന്നാ കിട്ടിയത്? കാൽവറി ക്രൂശിലെ യേശു കർത്താവിന്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ നാം വിശ്വസിച്ചപ്പോൾ നമുക്ക് കിട്ടിയ നീതീകരണത്താലാണ്. ഹല്ലേലൂയ. ആ ദൈവത്തോടുള്ള സമാധാനം ആമേൻ നമുക്ക് കിട്ടിയത്. അതാണ് 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം ഉണ്ടായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് നമുക്ക് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സമാധാനം പകരപ്പെട്ടു. കാരണം ക്രിസ്തുയേശുവിലൂടെ ദൈവത്തിന് നമ്മളോടുള്ള ശത്രുത നീങ്ങി. നാം ഇനി ശത്രുക്കളല്ല, നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. ഒരു കാര്യം ഞാൻ ആത്മാവി പറയട്ടെ. നമ്പർ 1 സീക്രട്ട്, 1 തിങ്, 1-ാമത്തെ കാര്യം നമ്മൾ തുടങ്ങുക. എല്ലാ ആത്മീക അനുഗ്രഹങ്ങളുടെയും തുടക്കം, ദ ബിഗിനിങ് ഓഫ് എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. ആമേൻ. ഹല്ലേലൂയ. ഈ ജീവിതത്തിലും ഇനി വരുവാനുള്ള ജീവിതത്തിലും, അതായത് ഈ ഭൂമിയിലെ ജീവിതത്തിലും നിത്യതയിലും നാം അനുഭവിക്കുന്നതും അനുഭവിക്കാൻ പോകുന്നതുമായ സകലവിധ നന്മകളുടെയും ഉറവിടം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ദൈവത്തോട് നേടിത്തന്ന സമാധാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിച്ച് ആമേൻ പറയാൻ എത്ര പേർ തയ്യാറാകും? അത് മെറ്റീരിയൽ ബ്ലെസ്സിങ് ആണെങ്കിലും, അത് സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണെങ്കിലും, ഏത് അനുഗ്രഹമാണെങ്കിലും അതെനിക്ക് ക്രൂശിലൂടെയാണ് ലഭിച്ചതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കാൽവറി ക്രൂശിന് നന്ദി പറയണം കേട്ടോ. അവസാനത്തുള്ളി ചുടുചോര വരെ നമുക്ക് വേണ്ടി ഊറ്റി നൽകിയതാണ്. എൻ്റെ എല്ലാ അനുഗ്രഹത്തിന്റെയും നിദാനമെന്നും അടിസ്ഥാനമെന്നും എൻ്റെ അനുഗ്രഹത്തിന്റെ തുടക്കം അവിടെ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ എനിക്കത് പറയാൻ ഇഷ്ടമാണ്. നമ്മുടെ എല്ലാ നന്മകളുടെ ഉറവിടം കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണമാണ്. ആ ദൈവത്തെ അറിയാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. യെസ്, എനിക്കിന്ന് ഭൂമിയിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ അറിയാൻ സാധിച്ചതാണ്. പാട്ടുകാരൻ പറയുന്നു, ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ, നാറ്റമല്ലയോ വമിച്ചത് എൻ ജീവിതം, മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിൻ കൃപയാൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. നമ്മുടെ ഈ ലോകപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ ചില ആൾക്കാർ പറയും, യു വാണ്ട് ടു ഹോപ്പ് ഹാപ്പി ഓൾവേസ്. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷവതനായിരിക്കണമെങ്കിൽ, എപ്പോഴും നിങ്ങൾക്ക് പ്രസന്നവതനായിരിക്കണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് ഉള്ളവരായിരുന്നാൽ മതി. ഇപ്പോഴത്തെ ഒരു കൗൺസിലിംഗ് ടെക്നിക്കാണ് പോസിറ്റീവ് തിങ്കിങ്. നല്ലതാ. പോസിറ്റീവ് തിങ്കിങ് ഒക്കെ ദൈവവചനം പഠിക്കുമ്പോൾ ഒരു ഫെയ്ത്തിന്റെ ഇതായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയല്ല, ക്ലാസ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പഠിച്ചു വെച്ച സ്പീഡിൽ കുറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു 3 ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ അത് ചാർജ് ചെയ്ത് നിർത്തും. കേട്ടിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട്. പ്രത്യേകിച്ച് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ആംവേ എന്ന് പറഞ്ഞ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരു അച്ചായൻ ഞങ്ങളുടെ ചർച്ചിലുണ്ട്. അദ്ദേഹം അതിനാന്ന് പറയാതെ കൊണ്ടുപോയി. ഞങ്ങളുടെ ചർച്ചിലുള്ള ഞങ്ങളുടെ പാസ്റ്ററെ ഉൾപ്പെടെ ഞങ്ങളുടെ PVP-ക്കാരെ എല്ലാം കൊണ്ടുപോയപ്പം അവിടെ പറയുന്നത് മൊത്തം കോടികളുടെ പരിപാടിയാണ്. അവിടുന്ന് ആ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു സ്കൂട്ടറിന്റെ ചാവിയാണെങ്കിലും ഞാൻ BMW ഇറങ്ങിപ്പോകുന്ന ഫീലിംഗ് ആയിരുന്നു എനിക്ക്. കാരണം അവിടെ അത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നിന്നെ അംബാനി ആക്കാമെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അംബാനിയേക്കാൾ വലിയ പണക്കാരനാണ്. അങ്ങനെ അങ്ങ് സ്വപ്നം കാണ്. ആ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തോടെ ആയിരുന്നത്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അതെല്ലാം പോയി. when we face the realities, എപ്പോഴൊന്നും പോസിറ്റീവ് തിങ്കിങ് ഒന്നും
നടക്കത്തില്ല മക്കളെ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ദൈവം തന്ന സമാധാനം നിലനിൽക്കും. ദൈവം തരുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ക്രൂശിന്ന് പാഞ്ഞൊഴുകുന്ന ആ കൃപയുടെ മറവിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ആ സമാധാനം ലഭിക്കത്തുള്ളെന്ന ഞാൻ ആത്മാവിൽ പറഞ്ഞു വരുന്നത്. ഇഫ് യു നീഡ് ഹോപ്പ്, യു നീഡ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ഹോപ്പ് വേണോ? നിങ്ങൾക്ക് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഓ താങ്ക് യു. ഇഫ് യു നീഡ് പീസ്, യു നീഡ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അടുത്ത വാക്യം, ഈ കൃപയിലേക്ക് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആ വാക്ക് ഒന്ന് ധ്യാനിക്കണം കേട്ടോ. നമുക്ക് ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്തിലെ ആഴങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? വി ആർ സ്റ്റാൻഡിങ് ഇൻ ഗ്രേസ്. കൃപയിൽ നിൽക്കുകയാണ്. ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഗ്രേസ്. ഇപ്പോ നാം നിൽക്കുന്ന ഈ കൃപയുണ്ടല്ലോ, അതിലേക്ക് എങ്ങനെ നിനക്ക് പ്രവേശനം ലഭിച്ചെന്നാ പറഞ്ഞേക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ ദൈവമക്കളെ. ചില ആൾക്കാർക്ക് ഈ ദൈവവചനം കേൾക്കുമ്പോൾ എല്ലാം ഒന്നും അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ട് തോന്നത്തില്ല. ചിലർക്ക് ഇത് പഴങ്കഥയാ. ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇയ്യോബിന്റെ പുസ്തകവും യോനയുടെ പുസ്തകവും ഒക്കെ അദ്ദേഹം പറയുന്നത് ഇറ്റ് വാസ് ആൻ അല്യൂഷൻ. ആരെയോ മനസ്സിൽ തോന്നിയ ഒരു വിഭ്രാന്തി എന്നായിരുന്നു അദ്ദേഹം പറയുന്നത്. കുഞ്ഞുങ്ങളെ അങ്ങനെയായിരുന്നു പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ദൈവവചനം ആഴമായിട്ട് വിശ്വസിക്കാത്തവരുണ്ട്. ഇത് ദൈവവചനമാണ് എന്ന് വിശ്വസിക്കുക. ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്. ബൈബിളിനകത്ത് ദൈവവചനമുണ്ട്, പക്ഷെ ബൈബിൾ ദൈവവചനം എന്ന് പറയാത്തവരുണ്ട്. ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ബട്ട് സം പീപ്പിൾ ബിലീവ്സ് ദാറ്റ് ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം, ബൈബിളിനകത്ത് ദൈവവചനം ഉണ്ടെന്ന് നമ്മൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. നമ്മൾ പറയുന്നത് ബൈബിൾ ദൈവവചനം ആണ്. തെറ്റു പറ്റിയിട്ടില്ലാത്ത, തെറ്റാത്ത, വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാത്ത ഒന്നാണ് ദൈവത്തിന്റെ വചനമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇരിക്കുന്ന സ്ഥലത്തിരുന്നോണ്ട് അതിനായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. For some people it is very strange. ചിലർക്ക് ഇത് ഭയങ്കര സ്ട്രേഞ്ച്, ചിലർക്ക് ഇത് തെറ്റാ, കെട്ടുകഥയാ ചിലർക്ക്. സ്തോത്രം. പക്ഷെ നമുക്കങ്ങനല്ല. വിശ്വസിക്കുന്ന നമുക്കിത് നിത്യജീവനാണ്. ഹല്ലേലൂയ. അത് അങ്ങനെ അത് വിശ്വസിക്കാത്തവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു പോസ്റ്റ്മാൻ വരുക. ഈ പോസ്റ്റ്മാൻ നിങ്ങൾക്ക് ഒരു എഴുത്ത് കൊണ്ട് തന്നു. നിങ്ങളത് വളരെ ജിജ്ഞാസയോടെ പൊട്ടിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്കുള്ള എഴുത്തല്ല, അത് മറ്റാരുടെയോ ബാങ്ക് സ്റ്റേറ്റ്മെന്റാ. പക്ഷേ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനകത്തിലെ ബാലൻസ് നിങ്ങൾ നോക്കിയപ്പോ 40,35,00,000 രൂപയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതിന്റെ ഉടമസ്ഥന് കൊള്ളാം എന്ന് പറഞ്ഞതുപോലെ ഇത് അവൻ ആപ്ലിക്കബിൾ അല്ല. ചിലർ പറയും രോഗശാന്തി തട്ടിപ്പാണ്. പക്ഷെ ദൈവവചനം പറഞ്ഞിരിക്കുന്നു, തന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുയിരിക്കുന്നു. ചിലർ പറയും ഈ കടഭാരം മാറുമെന്ന് പറഞ്ഞ് ഫാൾസ് ഹോപ്പ് കൊടുക്കുന്നു പാസ്റ്റർമാര്. അങ്ങനെയല്ല. ദൈവവചനം പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവവചനം പറഞ്ഞിട്ടുണ്ട്, നീ വായ്പ വാങ്ങത്തില്ല, നീ കൊടുക്കുന്നവനായി തീരും. ഇത് ആർക്കാ ആപ്ലിക്കബിൾ അല്ലാത്തെന്നറിയാമോ? ഒരു പ്രശ്നവും ഇല്ലാതെ പൈസയുടെ മേളിൽ കിടന്നുറങ്ങുന്നവന് ആ വചനം ആപ്ലിക്കബിൾ അല്ല. കാരണം അവൻ പറയും ഇത് പ്രോസ്പെരിറ്റി ആണെന്ന്. എന്നാൽ പട്ടിണി കിടക്കുന്ന ജപ്തി നോട്ടീസ് മതിലേക്കൊണ്ടൊട്ടിച്ചവൻ പറയും പാസ്റ്ററെ പ്രാർത്ഥിക്കണം എന്റെ കടഭാരം മാറാൻ. രോഗശാന്തി തട്ടിപ്പാന്ന് പറയുന്നവൻ നടു ഒടിഞ്ഞു കിടക്കുമ്പോൾ അവൻ വിളിക്കും, പാസ്റ്ററെ പ്രാർത്ഥിക്കണം കേട്ടോ, പറ്റുവാണെങ്കിൽ 21 എന്റെ വീട്ടിൽ എന്റെ കട്ടിലിന്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. എന്റെ ശുശ്രൂഷാനുഭവത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമായി പറയുന്നത്. ഇത് ആപ്ലിക്കബിൾ അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇത് വിഡിത്തമായിട്ട് തോന്നും. പിന്നെ ഒരു
പോസ്റ്റ്മാന്റെ ഉത്തരവാദിത്തമാണ് ഈ കറക്റ്റ് അഡ്രസ്സിലുള്ളവൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് കൊടുക്കുക എന്നുള്ളത്. പലപ്പോഴും മലയാളികളായ നമ്മുടെ പ്രീച്ചേഴ്സിന് പലപ്പോഴും പറ്റുന്ന പ്രശ്നം, സഭയ്ക്കകത്ത് പ്രസംഗിക്കേണ്ടത് നാം പബ്ലിക്കലി മൈക്ക് കെട്ടി വെച്ച് പറയും, മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കേണ്ടത് നമ്മൾ സഭയ്ക്കകത്ത് പറയും. എ പ്രീച്ചർ, ഒരു പ്രസംഗകന്റെ കടമ അഡ്രസ് നോക്കി കറക്റ്റായിട്ട് എഴുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരു പോസ്റ്റ്മാന്റെ ജോലിയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ദൈവമക്കളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നത് അറസ്റ്റ് വാറന്റ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നത് ചെക്കോ ഡ്രാഫ്റ്റോ ആണെങ്കിലും നിങ്ങൾ പോസ്റ്റ്മാനെ വഴക്ക് പറയാറുണ്ടോ? പോസ്റ്റ്മാനെ നിങ്ങൾ ഒരിക്കലും ശിക്ഷിക്കാറില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ദൂത് എന്താണെങ്കിലും നിങ്ങൾ അതും ദൈവവുമായിട്ടാണ്, ആരാ അത് അയച്ചെന്നാ നിങ്ങൾ നോക്കുന്നത്. യു വിൽ നോട്ട് റെസ്പോണ്ട് ടു ദ പോസ്റ്റ്മാൻ. പോസ്റ്റ്മാനെ വിളിച്ച് നിങ്ങൾ സന്തോഷത്താൽ ബിരിയാണി മേടിച്ചു കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. ആമേൻ. നമ്മളെ ആരാ അയച്ചത്? നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല ഒരു തുകയുടെ ചെക്ക വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ അത് ആരാ അയച്ചെന്ന് നോക്കിയിട്ട് ആളിനോടായിരിക്കും നന്ദി പറയുന്നത്. Nowadays, what is happening with the Christendom? ഒരാൾ നല്ലതായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയ ആ മനുഷ്യനെ നമ്മളെല്ലാവരും കൂടെ തലയെ വെച്ച് അവനെ എങ്ങനെ പൂജിക്കും. At last he will fall down because of the fame, undeserved fame. Hallelujah. നന്ദിയോടെ കർത്താവിന് ആരെങ്കിലും ഒരു നല്ല മെസ്സേജ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കണം, ഹി ഈസ് എ പോസ്റ്റ്മാൻ. പക്ഷെ ഒരു കാര്യം കേട്ടോ, ആമേൻ, ആ കർത്താവിന്റെ ദാസനെ നിന്ദിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഹി ഡിസേർവ്സ് ഓണർ. വി വാണ്ട് ടു റെസ്പെക്ട് ഹിം. കൊടുക്കേണ്ട എല്ലാവരും കൊടുക്കണം. ഇനി നമ്മളൊന്നും കൊടുത്തില്ലേലും പോസ്റ്റ്മാന് ഇന്ത്യൻ ഗവൺമെന്റ് നല്ല സാലറി കൊടുക്കും. യെസ്, ഞാൻ പറഞ്ഞതിന്റെ ദൂത് മനസ്സിലായോ? ഈ പ്രസംഗിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനൊന്നും ആമേൻ. ഒരു പാസ്റ്ററിനോട് പറഞ്ഞ്, കൊല്ലത്ത് കിട്ടിയില്ലെങ്കിൽ എറണാകുളത്ത് കൊണ്ടിട്ട് ദൈവം അനുഗ്രഹിക്കും, എറണാകുളത്ത് കിട്ടിയില്ലെങ്കിൽ ബോംബെ കൊണ്ടിട്ട് ദൈവം അനുഗ്രഹിക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. കാരണം വി ആർ ആമേൻ സെർവിങ് എ ഫെയ്ത്ത്ഫുൾ മാസ്റ്റർ. ഇത്ര നല്ല ഒരു യജമാനനെ സേവിക്കാൻ, ഇത്ര നല്ല ഒരു യജമാനനെ സ്നേഹിക്കാൻ, ഇത്ര നല്ല ഒരു യജമാനനെ ശുശ്രൂഷിക്കാൻ കിട്ടിയ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സോ ബൈബിൾ ഈസ് ദ ബിഗ് ബാഗ് ഓഫ് മെസ്സേജസ്. ഇത് മുഴുവൻ മെസ്സേജുകളാ. അപ്പൊ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവന് കൊണ്ട് കൊടുക്കണം. ആവശ്യക്കാരന് റൈറ്റ് മെസ്സേജ് ടു ദ റൈറ്റ് ഇൻഡിവിജ്വൽ. അതും ഒരു ദൈവകൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. ശ്രദ്ധിക്കണേ, എന്റെ മുന്നിൽ സമയം വേഗത്തിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ ഒരു സെക്ഷൻ അവസാനിപ്പിച്ചു, നമ്മൾ അറിഞ്ഞു പോലുമില്ല. അദ്ദേഹത്തിന്റെ ഒരു സെക്ഷൻ 4-ാം അധ്യായം അവസാനിപ്പിച്ചപ്പോഴത്തേക്ക് ക്രൂശിനെ കൊണ്ടുവന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തിട്ട് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുക, സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 4 അധ്യായങ്ങളും അദ്ദേഹം പറഞ്ഞത് സുവിശേഷത്തെ വിശ്വസിക്കാത്തവർക്ക് സുവിശേഷത്തെ പറ്റിയുള്ള ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞു. സുവിശേഷം കൊണ്ടുള്ള ആവശ്യം ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, സുവിശേഷം വിശ്വസിക്കാത്തവർക്ക് സുവിശേഷം കൊണ്ടുള്ള ആവശ്യമാണ് കഴിഞ്ഞ 4 അധ്യായങ്ങളിൽ പറഞ്ഞ്. എന്നാൽ ഈ 5 മുതലുള്ള അധ്യായങ്ങളിൽ അദ്ദേഹം തുടങ്ങി വെക്കുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള ബെനിഫിറ്റ്സ്. നീ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിനക്ക് എന്നാ കിട്ടി? അനുഗ്രഹങ്ങൾ. നീതീകരിക്കപ്പെട്ടത് കൊണ്ട് എന്ത് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റി? ഒരു വിശ്വാസിയുടെ കണ്ണ് തുറക്കുകയാണ്. അവന്റെ അനന്തമായ സാധ്യതകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നിടുകയാണ്. ഈ ക്ലാസ് കഴിയുമ്പോൾ കണ്ണുമടച്ചു പറയണം, I am extraordinary in Christ. I am so much privileged in Christ. ഞാൻ ക്രിസ്തുവിൽ ധന്യനാണ്. ഈ ലോകത്തിൽ എനിക്ക് ഒന്നുമില്ലെങ്കിലും, റോമാലേഖനം പഠിച്ചു കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, റോമാലേഖനം ഒരു റോഡ് സൈഡിൽ കിടക്കുന്ന ദരിദ്രൻ വായിച്ച് അവൻ ഉൾക്കൊണ്ട് വിശ്വസിച്ചാലും അവൻ ഒരു കോടീശ്വരനെ പോലെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കും. കാരണം അവന് ക്രിസ്തുവിലുള്ള അവന്റെ അവകാശങ്ങളെ വെളിപ്പെടുത്തുന്ന
ഷമാർത്ഥന ദഗനഗഡഗസ്യ ജീവാന ഹന്തല പ്രൗഢജാനകക്ഷസിയാന. ഇനി മുതൽ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കാൻ പോകാം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പം 4 വരെയുള്ള അധ്യായങ്ങളിൽ സുവിശേഷം വിശ്വസിക്കാത്തവന് സുവിശേഷം കൊണ്ടുള്ള ആവശ്യം എന്താണ്? എന്നാൽ 5-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ സുവിശേഷം വിശ്വസിച്ച ദൈവമക്കൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. മറക്കരുത്. ഇനി നിങ്ങളെ ഞാൻ ആദ്യം കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. 4 വരെ അധ്യായങ്ങൾ എഴുതി അവസാനിപ്പിച്ചിട്ട് 5-ാമത്തെ അധ്യായം ഒരു അഡ്രസ് എഴുതിയാ തുടങ്ങുന്നത്. ടു എന്ന അഡ്രസ്. ആമേൻ, സ്തോത്രം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്കാ എഴുതുന്നേ. വിശ്വാസത്താൽ ടു. ആമേൻ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക്. ഇനി താഴോട്ട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ അഡ്രസ്സിലുള്ളവർ മാത്രമേ കൈനീട്ടി മേടിക്കാവുള്ളൂ. അത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ന് പറയാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, നിങ്ങൾ യേശുക്രിസ്തു മൂലം നീതീകരിക്കപ്പെട്ട ആളാണെങ്കിൽ ഈ പറയുന്ന ദൈവിക അനുഗ്രഹങ്ങൾ മുഴുവൻ നിങ്ങൾക്കുള്ളതാണ്. നീതീകരിക്കപ്പെട്ട ആളല്ല നിങ്ങളെങ്കിൽ, കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ആളല്ല നിങ്ങളെങ്കിൽ, മറ്റാരുടെയോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈകൊണ്ട് മേടിച്ച ആളിനെ പോലെയാണ്. ഇന്ന് രാത്രി ഒരു കാര്യം തീരുമാനിക്കുക. യേശുവിന്റെ രക്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ രക്ഷണീയ പ്രവർത്തികൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയുവാൻ തയ്യാറായാൽ ഈ അനുഗ്രഹം മുഴുവനും ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. സ്തോത്രം. 1-ാമത്തെ അനുഗ്രഹമാണ് പറഞ്ഞത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. 2-ാമത്തെ അനുഗ്രഹത്തിലേക്ക് വരുന്നു, നിൽക്കുന്ന കൃപ. അതിലേക്ക് പ്രവേശനം ലഭിച്ചു. നാം നിൽക്കുന്നത് കൃപയിലാണ്. ത്രൂ ജീസസ് ക്രൈസ്റ്റ് പ്രവേശനം, ആക്സസ് കിട്ടിയത്. എന്താണ് ആക്സസ്? നമ്മളൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ആ കമ്പനിക്കാരൻ നമുക്കൊരു കാർഡ് തരും. അവന്റെ ചിപ്പുള്ള ഒരു കാർഡ്. ഇപ്പൊ അത് സ്വൈപ്പ് ചെയ്തെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ കയറാൻ പറ്റത്തുള്ളൂ. ആ കാർഡ് പോലെയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള നീതീകരണം. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ വീസ. ഹി ഈസ് അവർ പാസ്പോർട്ട്. സ്തോത്രം. അത് സ്വന്തമായിട്ട് ഉള്ള, ഇപ്പൊ എന്റെ പേരിലുള്ള വീസ, അതൊരു കഷ്ണം പേപ്പറാ. അത് അമേരിക്കയിലേക്കുള്ളതായാലും UK-യിലേക്കാട്ടുള്ളതാണെങ്കിലും ഒരു പേപ്പറാ. ഫോർ അതർ പീപ്പിൾ, മറ്റൊരാളുടെ കയ്യിൽ അത് കിട്ടിയാൽ, ഇപ്പൊ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി, അത് വേറൊരാളെ കിട്ടിയാൽ ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് പേപ്പർ ഫോർ ദം. അവർക്കൊരു വാല്യൂ ഇല്ല. പക്ഷെ എന്റെ പാസ്പോർട്ടിനകത്ത് അത് അടിച്ചേക്കുന്നത് കൊണ്ട് അതിന് എനിക്കൊരു പേപ്പറിന്റെ വിലയല്ല. പ്രത്യേകിച്ച് വീസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള പാസ്പോർട്ടുകളൊക്കെ നമ്മൾ സൂക്ഷിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് വാലിഡ്. ഹല്ലേലൂയ. സോ കൃപയിലേക്കൊരു പ്രവേശനം ലഭിച്ചു. ആമേൻ. ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തിയുടെ ആകത്തുകയാണ് കൃപയെന്ന് പറയുന്നത്. ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷയെങ്കിൽ അവിടെ അർഹിക്കാത്ത ഒരു സംഭവം നമ്മുടെ മേൽ വന്നു. അതിന്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്. എഫീസ് ലേഖനം 2-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, കൃപയാൽ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഒരിക്കൽ ദൈവകോപത്തിനും ന്യായവിധിക്കും അടിയിലായിരുന്ന നാം നിന്നിരുന്നത് കോപത്തിലായിരുന്നു നിന്നിരുന്നത്. നാം കോപത്തിന്റെ പാത്രങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് നാം കൃപയിലാണ് നിൽക്കുന്നത്. വി ആർ സ്റ്റാൻഡിങ് അണ്ടർ ദ സ്ട്രീം ഓഫ് ഗ്രേസ്. ഇത് പറഞ്ഞുകൊണ്ട്, ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ, ഇത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ കണ്ട ഒരു ദർശനം ഇതാണ്. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കുകയാ. നേരത്തെ നമ്മൾ നിന്നത് വലിയ തീ നമ്മുടെ തലയിലേക്ക് വീഴേണ്ട സ്ഥാനത്താണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വി ആർ സ്റ്റാൻഡിങ് അണ്ടർ ദ സ്ട്രീം ഓഫ് ഗ്രേസ്. കൃപയുടെ ആമേൻ ആ വലിയ വെള്ളച്ചാട്ടത്തിന്റെ ആമേൻ അടിയിലാണ് നാം നിൽക്കുന്നത്. We were standing under the wrath of God. We were the children of wrath. നാം കോപത്തിന്റെ മക്കളായിരുന്നു. നാം കോപത്തിലായിരുന്നു നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ പൊസിഷൻ മാറി. Now when we accepted Christ, we are standing under his grace. We are the children of God.
ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ ഒരു അഷ്വറൻസ് ആണ്, ദൈവം നമുക്ക് തരുന്ന ഒരു ധൈര്യമാണ് ഈ അധ്യായങ്ങളിൽ മുഴുവൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കൃപയിലേക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം പ്രവേശനം ലഭിച്ചു. ഈ കൃപയിലേക്ക് എനിക്ക് ആക്സസ് കിട്ടിയത് കർത്താവായ യേശുക്രിസ്തു മൂലമാണ്. ഡോറ് തുറന്നു തന്നത്, ആ ഡോറ് തന്നത് എൻ്റെ കർത്താവായ യേശുവാ. അതാ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാ. ആ വഴിയിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടിയത്. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിന്നൊരു ദൃഷ്ടാന്തം ഞാൻ കാണിച്ചു തരാം. കൃപയെ നിൽക്കുന്നതിന് സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രേസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. എസ്തേറിന്റെ പുസ്തകത്തില് വസ്തി എന്ന രാജ്ഞിയെ മാറ്റിയിട്ട് ദൈവം എസ്തേറിനെ രാജ്ഞിയാക്കുന്നു. എസ്തേറിന് പറയത്തക്ക യാതൊരു ആ രാജ്ഞിയാവത്തക്ക രീതിയിലുള്ള യാതൊരു വിലയുമില്ല. അങ്ങനെ ഒരു ഇതില്ല. നോട്ട് പ്രിവിലേജ്. അവൾ ജനിച്ചതൊരു രാജകുമാരിയായിട്ടല്ല, ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല. പക്ഷെ വസ്തിയെ മാറ്റി ദൈവമേൻ രാജ്ഞിയായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം എസ്തേറിനെയാണ് ആ രാജ്ഞി പദത്തിലേക്ക് ഉയർത്തിയത്. ഞാൻ ആത്മാവിൽ ഒരു ദൂത ദൈവമക്കളോട് പറയട്ടെ, ഈ കാലഘട്ടം, this season is the season of replacement. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. It's going to be a deep revelation. ഇതൊരു വലിയ റീപ്ലേസ്മെന്റിന്റെ സമയമാണ്. ദൈവത്തിന് സഹിക്കാൻ പറ്റാതിരുന്ന ചിലതിനെ, ദൈവത്തിന് ചുമക്കാൻ പറ്റാതിരുന്ന ചിലതിനെ, ഈ കാബോധ ആയിത്തീർന്ന, കാബോധിനെ നഷ്ടപ്പെടുത്തിയ ചിലതിനെ കർത്താവ് തുടച്ചു നീക്കുന്ന ദിവസങ്ങളാണ്. ഏലിയുടെ മക്കൾ അടുത്ത ശുശ്രൂഷയിലേക്ക് വരേണ്ടവരാണ്. അവരാണ് അതിന് യോഗ്യരും, അവരാണ് കുടുംബപ്രകാരം, അവരാണ് വിളി കിട്ടിയവരൊക്കെ. പക്ഷേ ദൈവത്തിന് അവരെ കൊണ്ട് മടുത്തു. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ഹൃദയം പങ്കുവെക്കുവാൻ, ദൈവത്തിന്റെ ശുശ്രൂഷയിൽ അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുവാൻ ആളില്ലാതിരിക്കുമ്പോഴാണ് ദൈവം ശമൂവേലിനെ എഴുന്നേൽപ്പിക്കുന്നത്. റീപ്ലേസ്മെന്റ് നടക്കാൻ പോവാ. രണ്ടു കാര്യം. കർത്താവിന്റെ ദാസന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന അഭിഷക്തന്മാർ കൂടി വരുന്നൊരു പ്രാർത്ഥനയിൽ കൃപയാൽ ഈ പാവപ്പെട്ട ദേവദാസനും പങ്കെടുത്തപ്പോൾ അതിനകത്തൊരു ദൂത് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ദിസ് ഈസ് എ ടൈം ഓഫ് റീപ്ലേസ്മെന്റ്. രാജ്യങ്ങളിലെ ഭരണകർത്താക്കളെ പൊളിറ്റിക്കലി മാത്രമല്ല, നമ്മുടെ സഭയ്ക്കകത്തൊക്കെ രാഷ്ട്രീയം കളിക്കുന്ന നേതൃത്വങ്ങളെയൊക്കെ തൂത്തു തുടച്ചു മാറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുക. റീപ്ലേസ്മെന്റ് നടക്കുകയാണ്. കർത്താവ് വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുക. വിശ്വസ്തതയില്ലാത്തതിനും അഭിഷേകമില്ലാത്തതിനെയും പ്രാർത്ഥനയില്ലാത്തവനും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് സ്വർഗം കാര്യങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ക്രമീകരിച്ച് നിർത്തിക്കൊണ്ടിരിക്കുക. ഉറമ്പൂച്ചുകൾക്കും അഭിനയങ്ങൾക്കും മുഖം മൂടികൾക്കും ഇനി ദൈവസന്നിധി നിൽക്കാൻ പറ്റത്തില്ല. ദിസ് ഈസ് എ ടെസ്റ്റിംഗ് ടൈം. പക്ഷേ കർത്താവിന്റെ മാറോട് ചേർന്നിരിക്കുന്ന നീ ടേസ്റ്റ് ചെയ്യുന്ന സമയമായത്. യു വിൽ ടേസ്റ്റ് ദ ഗുഡ്നെസ് ഓഫ് ഗാഡ്. ഞാൻ ഈ ദൂത് പറയുമ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഗാഡ് ഈസ് ലുക്കിംഗ് ടു യുവർ ഹാർട്ട്. ദൈവത്തിന് റീപ്ലേസ് ചെയ്യാനിരിക്കുമ്പോ, ദൈവം നോക്കുമ്പോ, ഹല്ലേലൂയ, ഒരു തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞ ഹന്നയെ പോലെ ദിവസങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന ചിലതിന്റെ തലമുറകളെയൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറമായി ദൈവം ഉപയോഗിക്കാൻ പോകുകയാണെന്ന് ഈ ബൈബിൾ ക്ലാസിന്റെ മധ്യത്തിൽ
ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോ വസ്തിയെ മാറ്റി ദൈവം എസ്തേറിനെ കൊണ്ടുവന്നാക്കി. പറയാൻ പാരമ്പര്യമൊന്നുമില്ല, പക്ഷേ പാരമ്പര്യമില്ലാത്തതിനെ ദൈവം ആ സീറ്റിൽ കൊണ്ടിരുത്തി. ഇപ്പൊ നമുക്കറിയാം ദാറ്റ് വാസ് എ ഡിവൈൻ സ്ട്രാറ്റജി. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അവിടെ ശത്രുക്കൾ എഴുന്നേറ്റു. ദൈവത്തിന്റെ മക്കൾക്ക്, യഹൂദന്മാർക്കെതിരെ ശത്രുക്കൾ എഴുന്നേറ്റു. ഹാമാൻ എന്ന മനുഷ്യൻ മൊർദെഖായിക്കെതിരെ, ദൈവജനത്തിനെതിരെ എഴുന്നേറ്റപ്പോൾ ഈ എസ്തേറിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ദൈവം ഉപയോഗിച്ച മൊർദെഖായി എസ്തേറിന്റെ അടുത്ത് എന്ന് പറയുന്നു, നൗ ഈസ് ദ ടൈം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ദൈവമക്കളെ, ഈ സമയത്ത് അതൊരു ദൂതാ കേട്ടോ. ഈ സമയത്ത് ദിസ് ഈസ് ദ ടൈം ടു ക്രൈ. ദിസ് ഈസ് ദ ടൈം ടു ഇന്റർസീഡ്. ദിസ് ഈസ് യുവർ ടൈം ടു സ്റ്റാൻഡ് അപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസന്നിധിയിൽ നീ എഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ്. അനേക ശ്രേഷ്ഠന്മാരെ തള്ളിയിട്ട്, അനേക ഉന്നതന്മാരെ തള്ളിക്കളഞ്ഞിട്ട് നിന്നെ ഈ പദവിയിലേക്ക് ഉയർത്തി നിർത്തിയത് വിളക്ക് കത്തിച്ചു പറയിന്റെ കീഴി വെക്കാനല്ല, നിന്റെ കമോൺ, യേശുവിന്റെ നാമത്തില് ദിസ് ഈസ് ദ ടൈം ടു സ്റ്റാൻഡ് അപ്പ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഗ്ലോറിഫൈ യുവർ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷ വരുത്തില്ലെന്ന് നീ വിചാരിക്കരുത്. പക്ഷെ നിന്റെ കാര്യം പോക്ക. ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ഞാൻ ഈ ബോംബെ പട്ടണത്തിലേക്ക് ദൈവം എന്നെ അയച്ചെങ്കിൽ, ഞാൻ ഈ ബോംബെ പട്ടണത്തിൽ അവിശ്വസ്തനായെന്നും പറഞ്ഞ് ദൈവവേലയൊന്നും നശിച്ചു പോകത്തൊന്നുമില്ല. ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ ആത്മാക്കൾ വരാതെ ഇരിക്കത്തില്ല. ആത്യന്തികമായി നഷ്ടം എനിക്കേ വരുത്തുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അവിശ്വസ്തനായാൽ ദൈവം എനിക്കു പകരം എന്നേക്കാൾ കഴിവുള്ള 10,000 ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കും. താങ്ക് യു അബാ ഫാദർ. അതുകൊണ്ടാണ് നിഗളിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ പുകഴ്ച പറയാൻ പറ്റാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. എസ്തേറിന് കാര്യം പിടികിട്ടി. എസ്തേർ പറഞ്ഞു, ഞാനൊരു 3 ദിവസം ഉപവസിക്കാൻ പോവാ. അവിടെ കമ്മിറ്റ്മെന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മൊർദെഖായിയോട് ഇപ്പോഴത്തെ പിള്ളേരും എല്ലാം ആണെങ്കിൽ ചായം പൊക്കോ, പിന്നെ നമുക്ക് കാര്യങ്ങൾ. അപ്പം ഇപ്പൊ അവള് മൊർദെഖായിയേക്കാളും വലിയ ആളായില്ലേ. അവക്ക് മൊർദെഖായിയെ വേണമെങ്കിൽ ഇൻസൾട്ട് ചെയ്ത് വിടായിരുന്നു. പക്ഷെ അവള് കാഴ്ചപ്പാടുള്ളവളായിരുന്നു. അവക്ക് മനസ്സിലായി ദൈവം എന്നെ പദവിയിൽ കൊണ്ട് ഇരുത്തിയതിനൊരു പർപ്പസ് ഉണ്ട്. ഈ മക്കളെ, ലോകപ്രകാരം ഏത് ഉന്ന പദവി നിന്റെ ദൈവം നിന്നെ കൊണ്ട് ഇരുത്തിയാലും, ആമേൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ ദൈവം അവിടെ കൊണ്ട് ഇരുത്തിയത് ദൈവത്തിന്റെ പർപ്പസാണ്. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിയാണത്. അത് നിഗളിക്കുവാനും അത് പുകഴ്ച പറയുവാനുള്ള സ്ഥലമല്ല. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ട സമയമാണ്. ഏതെങ്കിലും രാജ്യത്ത് ദൈവം നമ്മളെ കൊണ്ടാക്കിയെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ദൈവമക്കൾ പല രാജ്യങ്ങളിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ദൂതിയാ നിങ്ങളോട് പറയാം. ആ രാജ്യത്ത് നിങ്ങളെ കൊണ്ട് നിർത്തി എന്തിനാണെന്നറിയാമോ? ആ രാജ്യത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു കൊടിയ കാറ്റിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്. ദേശത്തെ വലിയ ഉണർവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് ദൈവം വിശ്വസ്തരായിട്ട് എണ്ണി നിങ്ങളെ ആ ദേശത്ത് കൊണ്ട് നിർത്തിയേക്കുക. നിങ്ങൾ നിൽക്കുന്നത് കൃപയിലാണ്. You are not standing upon the wrath of God. Instead, you are standing upon the grace of God. ദൈവത്തിന്റെ കൃപയിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. എസ്തേർ പറയാണ്, എനിക്കതിനൊന്നും സമയമൊന്നുമില്ല. എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ? അച്ഛനും വല്ലതും അറിയാമോ? ഡിയർ മൊർദെഖായി, ഇപ്പോഴത്തെ പിള്ളേരാണ് മിസ്റ്റർ മൊർദെഖായി, നിങ്ങൾക്കറിയാമോ എനിക്ക് എന്തെല്ലാം കാര്യമുണ്ടെന്ന് അറിയാമോ? ഒരു രാജ്ഞി എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറഞ്ഞ കാര്യമാണെന്നാണോ വിചാരിച്ചേ? ഇങ്ങനൊന്നും പറഞ്ഞില്ല. അവക്ക് മനസ്സിലായി ദൈവത്തിന്റെ പദ്ധതിയാണിത്. അവൾ പറഞ്ഞു, 3 ദിവസം ഞാൻ ഉപവസിക്കാൻ പോവാ. ആമേൻ. എന്റെ കൊട്ടാരത്തിൽ വിഭവസമൃദ്ധമായ ആഹാരമുണ്ട്. പക്ഷെ ഞാൻ മാത്രമല്ല,
എൻ്റെ ബാല്യക്കാരുടെ ചേർന്ന് ഉപവസിക്കാൻ പോവാ. മേൻ മൊർദെഖായിയോട് പറഞ്ഞു, അച്ചായ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ, അച്ചായനും കൂടെ ഉപവസിക്കേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും. ഞാനൊരു കാര്യം ചെയ്യാൻ പോകുകയാണ്. 3 ദിവസത്തിന് ശേഷം ഞാന് സ്തോത്രം ഹല്ലേലൂയ 4-ാം അധ്യായം എസ്തർ 4:16 പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലാതെയെങ്കിലും സ്തോത്രം രാജാവിന്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അവിടെ തീരുമാനമാണ്. 3 ദിവസം ഉപവസിച്ചിട്ട് 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 3-ാമത്തെ ദിവസം എസ്തർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് ഉപവാസത്തോടെയാണ്. അവൾ രാജധാനിയുടെ അകത്ത് പ്രാകാരത്തിൽ ചെന്ന് രാജഗ്രഹത്തിനു നേരെ നിന്നു. ദൈവവചനം പറയാ, രാജാവ് അന്നേരം അവിടെ ഉണ്ട്. രാജാവ് തന്റെ സിംഹാസനത്തില് ഹല്ലേലൂയ പ്രാകാരത്തിലോട്ട് നോക്കിയിരിക്കുക. എസ്തറിനെ കണ്ടപ്പോഴത്തേക്കും അവന് കൃപ തോന്നിയെന്ന് അവിടെ എഴുതിയേക്കുന്ന കണ്ടോ. എസ്തറിനെ കണ്ടപ്പോഴേക്കും രാജാവിന് കൃപ തോന്നി. സ്തോത്രം ഹല്ലേലൂയ. എസ്തറിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. ഞാൻ കേറിച്ചെന്ന് നിന്ന സ്ഥലത്തിന്റെ പേര് ദ പ്ലേസ് ഓഫ് റാത്ത് എന്ന, കോപത്തിന്റെ സ്ഥലത്താണ് ഞാൻ നിന്നത്. ഒറ്റ സെക്കൻഡ് കൊണ്ട് രാജാവിന് ഞാൻ കേറിച്ചെന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പേർഷ്യൻ രാജ്യത്തിന്റെ നിയമം അങ്ങനെ, രാജാവിന്റെ അനുവാദമില്ലാതെ ആർക്കും ആ കൊട്ടാരത്തിൽ കേറിച്ചെല്ലാൻ പറ്റത്തില്ല. കേറിച്ചെന്നത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, കൃപ തോന്നിയില്ലെങ്കിൽ വെട്ടിക്കളയും, പിന്നെ കബന്ധമായി മാറ്റപ്പെടും. ഹല്ലേലൂയ. പക്ഷെ രാജാവിന്റെ പൊൻചെങ്കോൽ നീട്ടിയാൽ ഗ്രേസ് ആണ്. വിത്തിൻ സെക്കൻഡ്സ് രാജാവിന്റെ പൊൻചെങ്കോൽ എസ്തറിനു നേരെ നീട്ടപ്പെട്ടു. ഹല്ലേലൂയ. കുറച്ചു മുമ്പേ നിന്നത് കോപത്തിന്റെ സ്ഥലത്താ, എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സിംഹാസനത്തിൽ നിന്ന് ഒരു പൊൻചെങ്കോൽ ഇറങ്ങി വന്നു. പൊന്ന് വചനത്തിൽ, നമുക്ക് പൊന്ന് ഇഷ്ടമല്ലെങ്കിലും പൊന്ന് വചനത്തിനകത്ത് യേശു കർത്താവിന്റെ നിഴലായിട്ടാ പറയുന്നത്. സ്വർഗത്തിന്റെ സമ്പത്തായിരുന്നവൻ, സ്വർഗത്തിന്റെ മണമകുടമായിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. സ്വർഗം നമ്മുടെ നേരെ നീട്ടിയ പൊൻചെങ്കോലെന്ന് വിശ്വസിച്ച് ആമേൻ പറയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കോപത്തിന്റെ പാത്രമായിട്ടാണ് നിന്നത്, പക്ഷെ ഇപ്പോ കൃപയുടെ പാത്രമായിട്ട് നിൽക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ആ പൊൻചെങ്കോല് നീട്ടപ്പെട്ടു. പൊൻചെങ്കോല് നീട്ടപ്പെട്ടു. രാജാവിന്റെ പൊൻചെങ്കോല് പോയിന്റ് ചെയ്തേക്കുന്ന എന്റെ മേലാണ്. ഹല്ലേലൂയ. രാജാവിന്റെ ദൃഷ്ടി എന്റെ മേലാ. അതാ ഇന്ന് രാവിലത്തെ സങ്കീർത്തനം പറഞ്ഞതുപോലെ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തിന്റെ കൃപയിലാ നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് പൗലോസ്ലീഹ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നാം എവിടെയാ നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വി ആർ സ്റ്റാൻഡിങ് അപ്പോൺ ഗ്രേസ്. ഒരു ദൂതൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. എസ്തറിന്റെ ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എസ്തറിന് നേരെ രാജാവ് പൊൻചെങ്കോല് നീട്ടാൻ ഒരു കാരണമുണ്ട്. ഷീ വാസ് ബ്യൂട്ടിഫുൾ. എസ്തറിന് രാജാവിന്റെ ആ ഒരു ഫേവർ, കൃപയെന്ന് തന്നെ അവിടെ എഴുതിയേക്ക്. കൃപ തോന്നാൻ കാരണം അവിടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ അവിടെയാണ് നമുക്ക് ദൈവം തന്ന കൃപയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കും. എന്റെ കാര്യം ഞാൻ പറയാം. വികൃതമായിരുന്ന എന്നെ, ഒന്നിനും കൊള്ളാതിരുന്ന എന്നെ, തകർക്കപ്പെട്ടിരുന്ന എന്നെ, ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ടിരുന്ന എന്നെ, ഹല്ലേലൂയ, മാറോട് ചേർത്ത് പിടിക്കാൻ എന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, എന്റെ ആരോഗ്യം കണ്ടിട്ടല്ല, എന്റെ എന്തെങ്കിലും മഹത്വം കണ്ടിട്ടല്ല. അപ്പാ, നിന്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, എന്റെ പ്രിയനെ പോലെ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല.
ഹല്ലേലൂയ. ഞാൻ ആത്മാവിനൊരു ദൂത് പറയട്ടെ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, ഇനി ഭയപ്പെടാൻ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് കാറി ചെല്ലുവാനുള്ള ആക്സസ് നമുക്ക് നൽകി. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ പദവിക്കായിട്ട് നന്ദി പറയാൻ പറ്റും? ഞാൻ പറയട്ടെ, 3 വർഷത്തെ ആമേൻ ഇടവേളയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഭരിക്കാനായിട്ട് നാം തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥിരതയുമില്ലാത്ത മാനുഷിക ഭരണകർത്താക്കന്മാരെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം. സ്തോത്രം. ആമേൻ. ഇവിടെ അടുത്തൊരു ആഫ്രിക്കൻ ചേർച്ച് ഉണ്ട്, സൗത്ത് ആഫ്രിക്കക്കാരുടെ ചേർച്ച് ഉണ്ട്. നമ്മുടെ സൈച്ചാന്റെ ഫ്രണ്ട്സ് ആണ് അവിടുത്തെ മിക്കാറും പാസ്റ്റേഴ്സ് എല്ലാം. സൈച്ചാനോട് ചോദിച്ചാൽ മതി, അവിടുത്തെ ചില പാസ്റ്റേഴ്സ് എന്റെയും കൂടെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവര് ഫ്രണ്ടാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇടിച്ചു കയറി ചെല്ലാൻ പറ്റത്തില്ല. 30-31 വയസ്സൊക്കെ ഉള്ള പാസ്റ്റർമാരാ. പക്ഷെ അവരെ കാണണമെങ്കിൽ അവരുടെ സെക്രട്ടറിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തെങ്കിലേ ആ പാസ്റ്ററിനെ കാണാൻ പറ്റത്തുള്ളൂ. ഓ മൈ ഗാഡ്. മലയാളികളെ, നമ്മളെല്ലാം ഭയങ്കര ഭാഗ്യമുള്ളവരാ കേട്ടോ. ആമേൻ. ദൈവമക്കളെ, നമ്മൾ അതിലും വലിയ ഭാഗ്യമുള്ളവരാ. അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട. ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞതുപോലെ, മൈ ഗാഡ് ഈസ് ഓൾവേസ് അവൈലബിൾ ഫോർ യു. എൻ്റെ ദൈവം ഉറങ്ങാത്ത കർത്താവ്, മയങ്ങാത്ത കർത്താവ്. 24/7 ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്സ് ഇൻ എ ലൈഫ് ഈസ് അവൈലബിൾ. നമ്മുടെ മക്കളോട് ചിലപ്പോൾ സംസാരിക്കുന്ന മക്കളോട്, പപ്പ ഇപ്പൊ എനിക്ക് സമയമില്ല, ഇപ്പൊ ഞാൻ ഹോംവർക്ക് ചെയ്യാം, പിന്നെ വന്നാട്ടെ, പിന്നെ പിന്നെ ഞാൻ എടുത്തു തരാം കാര്യങ്ങൾ. തിരിച്ച് മാതാപിതാക്കളാണ്, മോനെ എനിക്കിപ്പോ സമയമില്ല, ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്, ഞാൻ വീട്ടിൽ നിന്ന് ജോലിയാ, നീ ഇങ്ങോട്ട് വരരുത്, ഞാനിപ്പോ ബൈബിൾ ക്ലാസ് എടുത്തോണ്ട്, നീ റൂമിലേക്ക് വരരുത്, എന്റെ കോൺസെൻട്രേഷൻ പോകും. ആമേൻ. ഐ എം നോട്ട് അവൈലബിൾ ഫോർ ദം. എന്റെ ജീവിതത്തിൽ ഈ ലോക്ക്ഡൌണിൽ ഐ എം നോട്ട് അവൈലബിൾ ഫോർ മൈ ചിൽഡ്രൻ ഫോർ എ ലോങ് ടൈം. പക്ഷേ സ്തോത്രം, ദൈവം അങ്ങനെയല്ല. ഹി ഈസ് ഓൾവേസ് അവൈലബിൾ ഫോർ യു. ആമേൻ. സ്തോത്രം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്റെ മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥതയോടുകൂടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് ഏത് സമയം പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ അവകാശം ലഭിച്ചു. പഴയ നിയമ ഭക്തന്മാർക്ക് എത്ര കിലോമീറ്റർ അപ്പുറത്ത് മാറി നിന്ന് ആ പുകയുടെ മണവും ആ ആരാധനയുടെ ശബ്ദവും ഒക്കെ കേൾക്കാനുള്ള റൈറ്റേ ഉള്ളായിരുന്നു. പക്ഷെ പുതിയ നിയമ ഭക്തന്മാരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാൻ റൈറ്റ് കിട്ടി. കാരണം എന്തെന്നറിയാമോ? നമ്മൾ ഇനിയും സാധാരണ ജനമല്ല, നമ്മെ ദൈവം രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. What a privilege you have. ഇന്നും നാം ആത്മീയ പാപ്പരത്തിൽ ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മൈലുകൾക്ക് അപ്പുറത്തു നിൽക്കുന്ന സൂര്യനെ പെരുവിരലിൽ നിർത്തിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന അധികാരത്തിന്റെ ശുശ്രൂഷയുമായി ചിലർ എഴുന്നേറ്റ് വരുമ്പോൾ നീ ക്രിസ്തുവിൽ ആരെന്നുള്ള വെളിപ്പാട്, എവിടെയാ നിൽക്കുന്നെന്നുള്ള വെളിപ്പാട് ഇന്നു രാത്രി പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. തന്റെ ദേഹമെന്ന തിരശീല രണ്ടായിട്ട് ചീന്തി നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. Again the Bible says you got access to the presence of God through the sacrificial death of Jesus Christ. ആ ക്രൂശിൽ ഒരു തിരശീല തുറക്കപ്പെട്ടു. ആ ക്രൂശിൽ ഒരു പാത വെട്ടി തുറക്കപ്പെട്ടു. ആ ക്രൂശിലൂടെ ആയിരിക്കും വഴി തുറക്കപ്പെട്ടത് സ്വർഗത്തിലേക്ക്. ആ ക്രൂശിലൂടെ ആയിരിക്കും നിത്യജീവൻ കിട്ടിയത്. കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളെ, ആ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ കർത്താവ് ഇറങ്ങി വരാൻ സമയമായി. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇതാണ് നമ്മുടെ കോൺഫിഡൻസ്, അല്ലേ? ഇതാണ് നമ്മുടെ കോൺഫിഡൻസ്. We got access to the Lord.
ദൈവത്തിങ്കലേക്ക് നമുക്ക് അക്സസ് കിട്ടി. ഹല്ലേലൂയ. പഴയ നിയമ പ്രവാചകൻ എത്ര വലിയ പ്രവാചകന്മാരാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് പെട്ടെന്ന് കയറി ചൊല്ലാൻ പറ്റത്തില്ല. അവർക്ക് അനുവദനീയമായ സമയമുണ്ടായിരുന്നു. ആമേൻ. സ്ഥാനവസ്ത്രം ധരിച്ചുകൊണ്ടേ കയറി ചൊല്ലാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷെ വി ആർ സോ മച്ച് പ്രിവിലേജ്. നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞാൽ ദൈവ സാന്നിധ്യം നമ്മളെ അന്വേഷിച്ച് ഇറങ്ങി വരും. യു ക്യാൻ എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇടപിരിയാത്തൊരു ദൈവ സാന്നിധ്യം. ഇമ്മാനുവേലായിട്ട് ഗാഡ് ഈസ് വിത്ത് അസ്. ഇമ്മാനുവേൽ, ദ ഗാഡ് ഈസ് വിത്ത് അസ്. നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മളെ വഴി നടത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. God bless you all.